Good afternoon. Good afternoon. Okay. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പഠിച്ചത്? ഡീമെറിറ്റ്സ് ആയിരുന്നു അല്ലെ സ്റ്റാർട്ട് ചെയ്തത്. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതായത് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള എംപ്ലോയീസ് അല്ലെ, ആ എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സിനെ കൊണ്ട് ആ ഒരു ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. നിലവിലുള്ള ജോലിക്കാരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യുന്നു. അതാണ് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ. അതിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ്? അതല്ലേ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, റെസ്ട്രിക്റ്റഡ് ചോയ്സ്. എന്താണ് ഒരു ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനുള്ള ഡീമെറിറ്റ്സ്? എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് റെസ്ട്രിക്റ്റഡ് ചോയ്സ്. എന്താ? നിയന്ത്രിതമായിട്ടുള്ള ഒരു ചോയ്സ് ആണ്. സൗണ്ട് ഇല്ല ഇവിടെ, കേൾക്കാൻ പറ്റുന്നില്ലേ? നിങ്ങക്ക് കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ നിങ്ങക്ക്? യെസ്. വേറെ ആർക്കെങ്കിലും വേറെ പ്രശ്നമുണ്ടോ? ഇനി നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ? വിനീത, നീതു, ശരത് ഓക്കെ ആണോ? ക്ലിയർ ഇല്ല. മേഘ, രമ്യ, തമ്പിട്ടതൊക്കെ ഓക്കേന്നാണോ? ക്ലിയർ ആണല്ലേ? ഓക്കെ. ഒന്ന് രണ്ട് പേർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോ നമുക്ക് എന്താ വല്ല നെറ്റിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. ഞാൻ എന്റെ മാക്സിമം സൗണ്ടോടെ പറയട്ടെ. ഇവിടെ ക്യാമറ വീഡിയോ ഓൺ ആണ്. ഓക്കെ. എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയേ. ഇപ്പൊ ഓക്കെ ആണോ? ഖദീജ, അഖിൽ ഓക്കെ ആണോ? ഓക്കെ. എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഡീമെറിറ്റ്സ് ആണ്. ഒരു ഇന്റേണൽ റിക്രൂട്ട്മെന്റിന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഒന്നാമത്തത് റെസ്ട്രിക്റ്റഡ് ചോയ്സ്, നിയന്ത്രിതമായിട്ടുള്ള തിരഞ്ഞെടുപ്പ്. അതായത് നമുക്ക് പുറത്ത്, ആ ഓർഗനൈസേഷന് പുറത്ത് ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകാം. പക്ഷെ ഓർഗനൈസേഷൻ അത് നോക്കുന്നില്ല അല്ലെ. അതായത് എന്താണ്? ആ ഓർഗനൈസേഷന്റെ, ആ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള എംപ്ലോയീസിനെ തന്നെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ? ബിക്കോസ് ഓഫ് ദാറ്റ് കമ്പനി മേ നോട്ട് ബി ഏബിൾ ടു സെലക്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ അവൈലബിൾ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഒരു പക്ഷേ ആ ഓർഗനൈസേഷന് പുറത്ത് നല്ല ഓപ്ഷൻ ഉണ്ടാവാം, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം അല്ലെ. അവരെ എന്ത് ചെയ്യാം? നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കമ്പനിക്ക്. അതൊരു ഡീമെറിറ്റ്സ് അല്ലേ? ഡിമെറിറ്റ്സ് അല്ലേ? റെസ്ട്രിക്റ്റഡ് ചോയ്സ്. കമ്പനിക്ക് ഉള്ളിലുള്ള ആളുകളെ തന്നെയാണ് ആ പോസ്റ്റിലേക്ക് അവർ നിയമിക്കുന്നത്. അപ്പൊ കമ്പനിയുടെ പുറത്ത് ചിലപ്പോൾ ഒരുപാട് എന്താ ക്വാളിഫൈഡ് ആയിട്ടുള്ള, എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാവാം അല്ലെ. അത് അവര് സെലക്ട് ചെയ്യാൻ കമ്പനിക്ക് പറ്റുന്നില്ല. അതാണ് ഒന്നാമത്തെ ഡിമെറിറ്റ്സ്. ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ് രണ്ടാമത് നോക്കിയേ, ഇൻബ്രീഡിംഗ് ആണ് കേട്ടോ. ഇൻബ്രീഡിംഗ് എന്ന് വെച്ചാൽ too much depends of the company on internal recruitment, significance that the company is not looking to hire new applicants from outside. അപ്പൊ എന്താണ് നമ്മള് ഒരു ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്താ പറയുന്നത്? അതായത് എന്താണ്? നമ്മള് ഒരു കമ്പനി ഇന്റേണൽ റിക്രൂട്ട്മെന്റിനെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? കമ്പനിക്ക് പുറത്തുള്ള പുതിയ ആപ്ലിക്കൻസിനെ നിയമിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ പുറമെയുള്ള ആപ്ലിക്കൻസിനെ നോക്കുന്നില്ല എന്നല്ല അർത്ഥമാക്കുന്നത് അല്ലെ. The company is not looking to hear the new applicants from outside. പുറമേ നിന്നുള്ള ആപ്ലിക്കൻസിനെ ഹയർ ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ കമ്പനി നോക്കുന്നില്ല. അതാണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റിനെ ഒരു കമ്പനി ഡിപ്പെൻഡ് ചെയ്യുക, അമിതമായി ആശ്രയിക്കുക എന്നുള്ളത് നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് എന്താ? കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ആളുകളെ നിയമിക്കുന്നത് അല്ലെ. അപ്പൊ അതായത് പുറമേ നിന്നുള്ള ആപ്ലിക്കൻസിനെ, ന്യൂ ആപ്ലിക്കൻസിനെ ഹയർ ചെയ്യുന്നില്ല, നിയമിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്നില്ല, അവരെ നോക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്.
എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് മേ ലാക്ക് ഡൈനാമിസം. അതായത് ഇപ്പൊ നിലവിലുള്ള എംപ്ലോയീസ് ഇല്ലേ, അവർക്ക് ഡൈനാമിസം എന്ന് പറഞ്ഞാൽ ചലനാത്മകത, അല്ലെങ്കിൽ അവർക്ക് എന്താ ആ ഒരു ചലനാത്മകത കുറവാണ്. അതായത് എന്താ അവർ പറയുന്നത്, അവർ ഈവൻ ഇഫ് ദേ ആർ പ്രൊമോട്ടഡ് ഓർ ട്രാൻസ്ഫേർഡ് ദേ മേ കണ്ടിന്യൂ ടു വർക്ക് ആൻഡ് ബിഹേവ് ഇൻ ദ സിമിലർ വേസ് ആസ് ദാറ്റ് ഓഫ് ദ പ്രീവിയസ് പോസ്റ്റ്. ഇപ്പൊ അവരെ നമ്മൾ വേറൊരു പോസ്റ്റിലേക്ക് മാറ്റി, ഉയർന്ന പൊസിഷൻ വന്നു, അവരേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക, അവരെ അങ്ങോട്ടേക്ക് മാറ്റി, അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കൊടുത്തു. അപ്പൊ അവർ എന്ത് ചെയ്യുമെന്നറിയോ, ദേ മേ കണ്ടിന്യൂ ടു വർക്ക് ആൻഡ് ബിഹേവ് ഇൻ ദ നമ്മള് പ്രീവിയസ് പോസ്റ്റിൽ എന്താണോ അവർ ജോലി ചെയ്തത് അതേപോലെ അവർ ജോലി ചെയ്യാനും ബിഹേവിയർ ചെയ്യാനും അത് തുടരും എന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഒരു മാനേജറിനെ ഒരു സീനിയർ മാനേജർ ായിട്ട് പോസ്റ്റ് കൊടുത്തു എന്ന് വിചാരിക്കാം. ഒരു മാനേജറിനെ, ഒരു സീനിയർ മാനേജറിനേക്ക് ആ പ്രമോഷൻ കൊടുത്തു. അപ്പൊ അയാള് മാനേജറിനെ പോലെ തന്നെ പ്രീവിയസ് പോസ്റ്റിൽ ചെയ്ത ജോലി തന്നെ ചെയ്യാൻ, അല്ലെങ്കിൽ അതുപോലെ പെരുമാറാനുള്ള ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് ഫ്രഷേഴ്സ് ആണ്, പുറത്തുനിന്നുള്ള ഒരു ഫ്രഷ് ആളാണെങ്കിൽ അവര് പുതിയതായിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് വരുന്ന അല്ലെ, ആ ഒരു ജോലി അവര് ഭംഗിയായിട്ട് നിർവഹിക്കും അല്ലേ. ഇപ്പൊ നമ്മളിപ്പോ കമ്പനിയുടെ ഉള്ളിലുള്ള ഒരാളെ ഒരു പ്രൊമോഷൻ കൊടുത്ത് കയറ്റി കഴിഞ്ഞാൽ അവര് പഴയ പോസ്റ്റിൽ എന്താ ചെയ്തത് അത് തന്നെ അതുപോലെ പെരുമാറാനും അതുപോലെ ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. അതാണ് അതൊരു ഡീമെറിറ്റ് ആയിട്ടാ പറഞ്ഞേക്കുന്നത് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. കിട്ടിയോ? അതിന്റെ മീനിങ് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ഡൈനാമിക്സും കുറവാണ്. അതായത് അവർക്ക് ആ ജോലി ഈ ജോലി അങ്ങനെ അവർക്ക് പെട്ടെന്ന് അതിന് മാറാൻ പറ്റില്ല. ചിലപ്പോ ഒരുപാട് വർഷങ്ങളായിട്ട് പഴയ പോസ്റ്റില് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ വേറൊരു പോസ്റ്റിലേക്ക്, ഉയർന്ന പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കൊടുത്താലും പഴയത് തന്നെ അവർ കണ്ടിന്യൂ ചെയ്യാൻ, ആ വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാനും അല്ലെങ്കിൽ അതുപോലെ പെരുമാറാനുമുള്ള സാധ്യതയുണ്ടെന്നാ പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. മൂന്നാമത്തേതാ ഡിമെറിറ്റ്സ് ചോദിക്കാണ്ട് ആ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഏതൊക്കെയാണ് ഡിമെറിറ്റ്സ്, ഇന്റേണൽ സോഴ്സസിന്റെ ഡിമെറിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണുള്ളത്. ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. ഇനി അടുത്ത് കോമ്പറ്റീഷൻ കുറവാണ്, ആബ്സെന്റ് ആണ്, കോമ്പറ്റീഷൻ ഇല്ല. എന്താ കോമ്പറ്റീഷൻ ഇല്ലാത്ത നോക്കിയേ? എംപ്ലോയീസ് പോസിബിളി അസ്യൂം ദാറ്റ് ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ സീനിയോറിറ്റി ആസ് there is a lack of competition from competent candidates present outside. കണ്ടോ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ ഈ ഓട്ടോമാറ്റിക് പ്രൊമോഷനാണ് കൊടുക്കുന്ന കമ്പനി. അതായത് ഏതിന്റെ ബേസില്? സീനിയോറിറ്റിയുടെ ബേസില്. ഒരു 5 വർഷം ആ കമ്പനിയിൽ നിന്നു, അല്ലെങ്കിൽ 10 വർഷം ആ ഒരു എംപ്ലോയി കമ്പനിയിൽ ജോലി ചെയ്തു, അവര് സീനിയർ ആയില്ലേ. അപ്പൊ 10 വർഷം കഴിയുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ആണ്. അവിടെ വേറെ ഒന്നും മാനദണ്ഡങ്ങൾ നോക്കുന്നില്ല. അയാൾ നന്നായിട്ട് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തോന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നോക്കുന്നില്ല. 10 വർഷം കഴിഞ്ഞാൽ എല്ലാവർക്കും ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ആണ്. ഇമ്പോർട്ടന്റ് ലൈൻ ആണോടാ ഇൻബ്രീഡിങ്ങിന്റെ. അതിനകത്ത് നമ്മള് എന്താണ് അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇന്റേണൽ റിക്രൂട്ട്മെന്റിനെ നമ്മൾ എന്താണ് ആ കമ്പനി ഒരു ഇന്റേണൽ റിക്രൂട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് കമ്പനി എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് പുതിയ ആപ്ലിക്കൻസിനെ പുറത്തു നിന്ന് അവരെടുക്കാനായിട്ട് കമ്പനി നോക്കുന്നില്ല. അതാണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്നുള്ളത്. ആ കമ്പനി അതിനെ ആശ്രയിക്കുക എന്നുള്ളത് കമ്പനി അർത്ഥമാക്കുന്നത്. പുറമേ നിന്ന് ആപ്ലിക്കൻസിനെ എടുക്കുന്നില്ല. പിന്നെ അടുത്ത പോയിന്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. 2 പോയിന്റ് ഉള്ളൂ. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ഡൈനാമിസം കുറവാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നോക്കിയേ, ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ കുറവാണെന്ന് അതെന്താ നമ്മൾ പറഞ്ഞത്? നമുക്ക് ഇപ്പൊ സീനിയോറിറ്റിയുടെ ബേസിൽ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊമോഷൻ കിട്ടുകയാണ്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് എല്ലാവർക്കും അടുത്ത പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അവർക്ക് കോമ്പറ്റീഷന്റെ ആവശ്യമുണ്ടോ?
മത്സരബുദ്ധി, അവര് തമ്മിൽ കോമ്പറ്റീഷൻ, അതായത് നന്നായിട്ട് കോമ്പീറ്റ് ചെയ്ത് നല്ല പെർഫോമൻസ് ഉള്ളവർക്ക് പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ തമ്മിൽ കോമ്പറ്റീഷന്റെ ആവശ്യമുണ്ട് അല്ലെ. ഞാനിപ്പോ മേക്ക് ചെയ്യണേക്കായി നന്നായിട്ട്, അല്ലെങ്കിൽ ജോൺസ് ചെയ്യണേക്കായി നന്നായിട്ട് ചെയ്യാണ്, നമ്മളൊരു കോമ്പറ്റീഷൻ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അതിൽ നല്ല പെർഫോമൻസ് ഉള്ളവർക്ക് പ്രൊമോഷൻ കിട്ടണേന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പരസ്പരം കോമ്പീറ്റ് ചെയ്യും ഇല്ലേ മേഘേ? കോമ്പീറ്റ് ചെയ്യൂലേ? അപ്പൊ മേഘ നന്നായിട്ട് പെർഫോമൻസ് ചെയ്താൽ മേഘയ്ക്ക് ആ പ്രൊമോഷൻ, ആ പോസ്റ്റ് കിട്ടും. ഞാനാണ് പെർഫോമൻസ് ചെയ്യണമെങ്കിൽ എനിക്ക് പോസ്റ്റ് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ആവശ്യമുണ്ടോ? അതായത് ഇപ്പൊ മേഘ വന്നിട്ട് 10 വർഷമായെങ്കിൽ മേഘയ്ക്ക് ഓൾറെഡി അവിടെ പ്രൊമോഷൻ കിട്ടി. ഞാൻ 10 വർഷമായെങ്കിൽ സീനിയോറിറ്റിയുടെ ബേസിൽ അവിടെ കൊടുക്കണേ, വേറെ ഒന്നും നോക്കുന്നില്ല. അപ്പൊ എംപ്ലോയീസ് തമ്മില്, ആ കാൻഡിഡേറ്റ്സ് തമ്മില് കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. അതുപോലെ പുറമേ നിന്നുള്ളത്, കോമ്പീറ്റന്റ് കാൻഡിഡേറ്റ്സ് പ്രസന്റ് ഔട്ട്സൈഡ്, പുറമേ നിന്നുള്ളവർ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ കമ്പനിയുടെ ഉള്ളിലുള്ളവർക്ക് തന്നെയാണ് പ്രൊമോഷൻ കൊടുക്കുള്ളൂ. അപ്പൊ പുറമേ ഉള്ള ആളുകൾ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. Therefore, they may have no desire to prove them again and again. അവര് പിന്നെ അവരുടെ കഴിവുകൾ വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു അത് പറയേണ്ട ആവശ്യമില്ല. 10 വർഷം കഴിഞ്ഞോ, അത് സീനിയോറിറ്റി ഉള്ളവർക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ആണ്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ്, ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ഓൺ ദ ബേസിസ് ഓഫ് സീനിയോറിറ്റി. ക്ലിയർ ആയോ അത്? അപ്പൊ അതുകൊണ്ട് ആ കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. അവിടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ആണ്. ഏതിന്റെ ബേസില്? സീനിയോറിറ്റിയുടെ ബേസില് ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ പുറത്തുള്ള കാൻഡിഡേറ്റ്സും അതുപോലെ കമ്പനിയുടെ ഉള്ളിലുള്ളവരും തമ്മിൽ ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. ക്ലിയർ അല്ലേ ആ പോയിന്റ്? മൂന്നാമത്തത് ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും വീണ്ടും അവരുടെ കഴിവുകളോ പെർഫോമൻസോ ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തതാണ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ സംഘർഷം. കോൺഫ്ലിക്റ്റ്, സംഘർഷം, കോൺഫ്ലിക്റ്റ്. Chances of conflict and hostility among employees who aspire for promotion to the available vacancies may increase. കണ്ടോ? അതായത് സംഘർഷത്തിന്, കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ സംഘർഷം, ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞ വിരോധം, എന്തെങ്കിലും വിരോധം, ഹോസ്റ്റിലിറ്റി. Among the employees who aspire for promotion to the available vacancies may increase. അതായത് ഇപ്പൊ ഞാനും സാന്ദ്രയും ജോൺസിയും ഒരുമിച്ച് കമ്പനിയിൽ കയറിയവരാണ്. അപ്പൊ നമുക്ക് പ്രൊമോഷൻ നമ്മൾ വരുമ്പോൾ എന്താ പറയാ, ഇപ്പൊ അതില് ജോൺസിനെ ഒരു പോസ്റ്റ് ഒഴിവ് വന്നപ്പോ വേഗം ജോൺസിനെ ആ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ആ വേക്കൻസിയിലേക്ക് നമ്മള് എന്താ പറയാ ജോൺസിക്ക് കൊടുത്തു. അപ്പൊ എനിക്കും സാന്ദ്രയ്ക്കും ഒരു ഇത് തോന്നൂലേ? ജോൺസിയോട് ഒരു വിരോധം തോന്നുമോ? എന്ന് വെച്ചാൽ ഞങ്ങള് മൂന്നുപേരും ഒപ്പം വന്നതാ, ഞങ്ങള് മൂന്നുപേരും ഒരുപോലെ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ ഒരാൾക്ക് മാത്രം കൊടുക്കുമ്പോ നമുക്കൊരു സ്വാഭാവികമായിട്ടും എന്താ നമ്മുടെ ഇടയിൽ ഒരു എന്താ പറയാ ഒരു വിരോധം തോന്നാം, ഒരു സംഘർഷം തോന്നാം. ഓക്കെ, the efficiency of those who are not promoted is eliminated. അപ്പൊ നമ്മൾ രണ്ടുപേരെ എലിമിനേറ്റ് ചെയ്തില്ലേ? സാന്ദ്രേനെയും എന്നെയും അവിടുന്ന് എലിമിനേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ അവിടെ ഡിസാറ്റിസ്ഫൈഡ് ആയില്ലേ? നമ്മൾക്ക് എന്താ അസംതൃപ്തിയായി. നമുക്ക് ആ സാധ്യത എന്തിനാണ് വർക്ക് ചെയ്യണേ അല്ലെ? ഞങ്ങള് മൂന്നുപേരും ഒരുമിച്ച് ജോലിയിൽ കയറിയതാണ്, ഒരുപോലെ വർക്ക് ചെയ്യുന്നവർ അതാണ്. പക്ഷെ ജോൺസിക്ക് മാത്രം പ്രൊമോഷൻ കൊടുത്തു, പുതിയ പോസ്റ്റ് കൊടുത്തു. ഞങ്ങള് വെറുതെ എന്തിനാ ജോലി ചെയ്യണേ? നമ്മൾ അതിൽ ഡിസാറ്റിസ്ഫൈഡ് ആവും. നമുക്ക് എന്താ പറയാ സംതൃപ്തി ഉണ്ടാവില്ല, നമ്മൾ അസംതൃപ്തരാകും. അതേ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് അല്ലെ നമ്മള്, അതേ എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ ആ പോസ്റ്റിൽ നിയമിക്കാതെ വരുമ്പോൾ അവര് എന്ത് ചെയ്യുന്നു? ഡിസാറ്റിസ്ഫൈഡ് ആകുന്നു. അതാണ് സംഘർഷത്തിനും അതുപോലെ വിരോധത്തിനും കാരണമാകും. അതാർക്കാണ്? നമുക്ക് ആ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ കേട്ടോ. ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഹോസ്റ്റിലിറ്റി among the employees who aspire for promotion, the available vacancies may increase. കണ്ടോ? അതായത് ആ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇടയില് അപ്പൊ ഒരാൾക്ക് മാത്രം പ്രൊമോഷൻ കൊടുത്തപ്പോൾ നമ്മുടെ ഇടയിൽ എന്താണ്? സംഘർഷത്തിനും വിരോധത്തിനും ഉള്ള ചാൻസ് ഉണ്ട്. കണ്ടോ? അത് വർദ്ധിക്കും.
അപ്പൊ അങ്ങനെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാതെ നമ്മളെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആകും. ക്ലിയർ അല്ലേ? ഡിമെറിറ്റ്സ് ഒക്കെ നിയന്ത്രിതമായിട്ടുള്ള ചോയ്സ്, റെസ്ട്രിക്റ്റഡ് ചോയ്സ്, ഇൻബ്രീഡിങ്, കോമ്പറ്റീഷന്റെ ആബ്സെൻസ്, കോൺഫ്ലിക്ട്, സംഘർഷത്തിന് ഇടയാകും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. അതായത് എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ പോസ്റ്റിൽ നിയമിക്കാതെ വരുമ്പോൾ അവരെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആവും, അസംതൃപ്തരാവും. അടുത്തതാണ് എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എവിടെന്നാ? കമ്പനി റിക്രൂട്ട് ചെയ്ത് പുറമേ നിന്ന്, ആ സ്ഥാപനത്തിനുള്ളിലുള്ള ആളുകളെയല്ല, പുറമേ നിന്നാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. Okay, the organization can fulfill the job position from outside. കണ്ടോ എവിടെന്നാണ് ജോബ് പൊസിഷൻ ഫുൾഫിൽ ചെയ്യുന്നത്? ഔട്ട്സൈഡ്, പുറമേ നിന്ന്. ത്രൂ ദ ഫോളോയിങ് മെത്തേഡ്സ് ഓർ ടെക്നിക്. അതിന് ആ പുറമേ നിന്ന് അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സുകളാണ് ഈ പറഞ്ഞേക്കണേ. ഏതൊക്കെ രീതിയിൽ നിന്ന് പുറമേ നിന്ന് നമുക്ക് എംപ്ലോയീസിനെ നമുക്ക് കിട്ടും ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ, അതിനുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ ടെക്നിക്കുകളാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. Organization can fulfill the job position from outside is called a dash. എന്താണ്? External source of recruitment. In external source of recruitment, organization can fulfill the job position from dash. എവിടെ നിന്നാണ്? Inside. പുറമേ നിന്നാണ് എന്താ ആ കാൻഡിഡേറ്റ്സിനെ അവർ എടുക്കുന്നത്. അതിനെ നമുക്ക് പ്രധാനമായിട്ട് 3 രീതികൾ പറയാം. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്. 3 രീതികളായിരിക്കും എക്സ്റ്റേണൽ സോഴ്സിന്റെ. ഡയറക്റ്റ് മെത്തേഡ് നേരിട്ടുള്ള നിയമനം, ഇൻഡയറക്റ്റ് മെത്തേഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത്, മറ്റേത് തേർഡ് പാർട്ടി മൂന്നാമതൊരാള്, മൂന്നാം കക്ഷി വഴി, തേർഡ് പാർട്ടി വഴിയുള്ള റിക്രൂട്ട്മെന്റ്. നോക്കാം നമുക്ക്. ഫസ്റ്റ് നോക്കിയേ ഡയറക്റ്റ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ദ റിക്രൂട്ടേഴ്സ്, റിക്രൂട്ടർ ആരാ? റിക്രൂട്ട് ചെയ്യുന്ന ആള് അല്ലെ, നിയമിക്കുന്ന ആളാണ് റിക്രൂട്ടർ. Are sent to the educational and professional institution in order to build a public contact and exhibits. അല്ലെ, ഈ കാൻഡിഡേറ്റ്സിന് കിട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു? റിക്രൂട്ടേഴ്സിനെ എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അയക്കുന്നു. കണ്ടോ? വേരിയസ് ഡയറക്റ്റ് മെത്തേഡ്, പലതരത്തിലുള്ള ഡയറക്റ്റ് മെത്തേഡുകളാണ്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, സ്കൗട്ടിംഗ്, റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. 3 ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ക്യാമ്പസിലേക്ക് വരും അല്ലെ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തില് പോസ്റ്റ് ഫില്ല് ചെയ്യാനായിട്ട് ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അവര് നേരെ ക്യാമ്പസിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണം. അതൊക്കെ ഡയറക്റ്റ് ആണ്. അതായത് റിക്രൂട്ടർ നേരിട്ട് വന്നിട്ട് സെലക്ട് ചെയ്യും. കിട്ടിയോ? എന്താണ് ഡയറക്റ്റ് മെത്തേഡ് എന്നുള്ളത്? അണ്ടർലൈൻ ചെയ്തോട്ടോ. In the direct method, the recruiters are sent to the educational and professional institution. കിട്ടിയോ? എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് റിക്രൂട്ടേഴ്സിനെ എന്ത് ചെയ്യുന്നു? നേരിട്ട് അയക്കുന്നു. അവര് നേരെ അവിടെ പോകും, എന്നിട്ട് അവിടെ നിന്ന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് ആണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. നിങ്ങൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നിങ്ങൾ പഠിച്ചപ്പോഴേക്കാ വന്നിട്ടുണ്ടോ? ഉണ്ടായിരുന്നോ? കോളേജിലൊക്കെ പഠിച്ചപ്പോ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് സെലക്ഷനിലൊക്കെ എവിടെയെങ്കിലും ജോലിക്കൊക്കെ കിട്ടിയോ? ജോലിക്കൊക്കെ കയറിയോ ആരെങ്കിലൊക്കെ? എന്താണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ട്. അതില് റിക്രൂട്ടേഴ്സിനെ എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് സെൻഡ് ചെയ്യുന്നു. അത് ഡയറക്റ്റ് മെത്തേഡ്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് ദ റിക്രൂട്ടേഴ്സ് visit the campus and placement cell of educational institutions such as engineering, management colleges in order to get the qualified candidates. അതിന് യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നേടുന്നതിന് വേണ്ടിയിട്ട്, ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് റിക്രൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? വിസിറ്റ് ചെയ്യുന്നു. എവിടെ? ക്യാമ്പസോ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് സെല്ല്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് കോളേജുകളിൽ അങ്ങോട്ടേക്ക് റിക്രൂട്ടർ വിസിറ്റ് ചെയ്യും. ആ ഓർഗനൈസേഷന്റെ റിക്രൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ക്യാമ്പസിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് കോളേജുകൾ അങ്ങോട്ടേക്ക് അവർ വരിക ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാ?
in order to get the qualified candidate. Qualified ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. Recruiters get a large number of candidates to choose from, and candidates can select the post which is suited up from the available job. അപ്പൊ എന്താ റിക്രൂട്ടേഴ്സിന് എന്ത് പറ്റും? Get a large number of candidates to choose from. ഇഷ്ടം പോലെ കുട്ടികൾ ഉണ്ടാവില്ല അവിടെ അല്ലെ? അവർക്ക് അതിന് ഏറ്റവും ബെസ്റ്റ് നോക്കി സെലക്ട് ചെയ്യാനോ അല്ലെ? ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ടു ചൂസ് ഫ്രം അല്ലെ? റിക്രൂട്ടേഴ്സിന് എന്ത് പറ്റും? കിട്ടും ഒരു കൂട്ടം കുട്ടികള് അല്ലെ? അവിടെ ഒരു കൂട്ടം കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അതിൽ നിന്ന് അവർക്ക് ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്യുക. അപ്പൊ 5 പേരെ ആണെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ കാര്യങ്ങൾ ചെയ്ത് അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള 5 കുട്ടികളെ അവർക്ക് വേണ്ടി സെലക്ട് ചെയ്യാം. Then candidates can select the post which is suited from the available job option. അവിടെ ലഭ്യമായിട്ടുള്ള ജോബ് ഓപ്ഷൻ അനുസരിച്ച് കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കിട്ടിയോ ഈ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന്റെ കാര്യം? അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് റിക്രൂട്ടേഴ്സിന് എന്താ പറ്റുന്നു? ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിന് കിട്ടുന്നു. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ ഇഷ്ടംപോലെ പേരുണ്ട് പുറത്ത് അല്ലെ? അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. എന്നാൽ ഈ കാൻഡിഡേറ്റ്സിനാണെങ്കിലോ കുട്ടികൾക്ക് ഏതാണ് ഓരോ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ പറയുമ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഓപ്ഷനിൽ അവർക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള പോസ്റ്റ് സെലക്ട് ചെയ്യാൻ കാൻഡിഡേറ്റ്സിനും പറ്റുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. Candidates can select the post which is suited them from the available job option. Then അടുത്തതാണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. Scouting is a method in which representatives are sent by the human resource department at those places where recruitment activities are going on. Recruitment പ്രവർത്തനങ്ങളിലെ ആ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് HR ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുന്നു, അവരുടെ പ്രതിനിധികളെ അയക്കുന്നു. എവിടെ? റിക്രൂട്ട്മെന്റ് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ, അവരുടെ പ്രതിനിധികളെ അയക്കുക ചെയ്യുന്നത്. അതിനാണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡാഷ് ഈസ് എ മെത്തേഡ് എന്ന് പറഞ്ഞ് അവിടെ ചോദിക്കാം. ഡാഷ് ഇടാം. അപ്പൊ റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? അവരുടെ പ്രതിനിധികളെ അയക്കുന്നു. They get to contact with the prospective candidates who are searching for the job. അവിടെ ആരുണ്ട്? ജോലി അന്വേഷിക്കുന്ന അതിന് യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലേ? പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് അല്ലെ? അവർ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സ് അവിടെ ഉണ്ട്. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. Then applicants go through an initial interview. അപ്പൊ അവിടെയുള്ള ആപ്ലിക്കൻസിനെ എന്ത് ചെയ്യുന്നു? പ്രാരംഭമായിട്ടുള്ള ഇന്റർവ്യൂസിലൂടെ പോകുന്നു. Then അതിന് എക്സാമ്പിളാണ് സ്കൗട്ടിങ്ങിന് എക്സാമ്പിൾ ജോബ് ഫെയർ. കേട്ടിട്ടില്ലേ ജോബ് ഫെയർ? പല പല ജോലികൾ അതിന്റെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏതാണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവരവിടെ തന്നെ സെലക്ട് ചെയ്യും. ജോബ് ഫെയറുകള്, ജോബ് ഫെയർ. ഇൻഡോക്ട്രിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെമിനാറുകളൊക്കെ ഇല്ലേ? നമ്മൾ അതായത് ആ ജോലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രെയിൻ വാഷ് എന്നൊക്കെ പറയൂലേ? ബ്രെയിൻ വാഷ് പതിവായിട്ട് ഉപദേശത്തിലൂടെയോ അല്ലെങ്കിൽ അവർക്കുടെ കാര്യങ്ങളിലൂടെയൊക്കെയോ അതാണ് അങ്ങനെയുള്ള സെമിനാറുകള്. അതൊക്കെ ഏതാണ്? ഇൻഡോക്ട്രിനേഷൻ സെമിനാർസ്. ഇതൊക്കെ ഏതാണ്? ആ ഒരു സ്കൗട്ടിംഗ് മെത്തേഡിന്റെ ഒരു രീതികളാണ് കേട്ടോ. ജോബ് ഫെയർ ഒക്കെ എക്സാമ്പിൾ പറയാം, അവിടെ സ്കൗട്ടിങ്ങിന് എക്സാമ്പിൾ പറയാം. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. പ്രബോധനം എന്നാണ് ഇൻഡോക്ട്രിനേഷൻ സെമിനാർസ്. അതായത് ബ്രെയിൻ വാഷ് തന്നെ. നമ്മൾ എന്താ പറയാ, ഉപദേശിക്കുക അല്ലെങ്കിൽ ആ ജോലിയുടെ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സെമിനാറുകൾ കാര്യങ്ങൾ അവർ പ്രസന്റ് ചെയ്യും. അങ്ങനെ അതിൽ കൂടെ അതൊക്കെ നമുക്ക് ഓക്കെയാണ്. ഇന്റർവ്യൂ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിനെ അവര് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ആ സ്കൗട്ടിംഗ് എന്നുള്ളത് ആ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ.
എല്ലാരും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. റെപ്രസെന്റേറ്റീവ് കാൻഡിഡേറ്റ്സ് ഫോർ സെർച്ചിങ് ഫോർ ദ ജോബ്സ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു, ഇനിഷ്യൽ ഇന്റർവ്യൂസ് നടത്തുന്നു, ജോബ് ഫെയറും ഇൻഡോക്ട്രിനേഷൻ സെമിനാർസും ഇത് ഈ സ്കൗട്ടിങ്ങിന് എക്സാമ്പിൾസ്. അത് മറ്റുള്ള മാർഗങ്ങളാണ്. സം അതർ വേസ് ഓഫ് ദിസ് പർട്ടിക്കുലർ മെത്തേഡ്. മറ്റുള്ള ഈ മെത്തേഡിന്റെ സ്കൗട്ടിംഗ് മെത്തേഡിന്റെ മറ്റു മാർഗങ്ങളാണ് അത് ജോബ് ഫെയർ, ഇൻഡോക്ട്രിനേഷൻ സെമിനാറുകൾ. ഓക്കെ, അടുത്തതാണ് റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. ആ പേര് പോലെ തന്നെ എന്താണ്, ഫാക്ടറി ഗേറ്റില് എന്താണ് ആ ജോലിനെ കുറിച്ചുള്ള ഈ ഒരു പോസ്റ്റ് വെക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് ഓഫ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നേരിട്ടുള്ള നിയമനമാണ്. ഇൻ വിച്ച് എ നോട്ടീസ് ഈസ് പോസ്റ്റഡ് ഔട്ട്സൈഡ് ദ ഫാക്ടറി ഗേറ്റ്. ഫാക്ടറി ഗേറ്റിന് പുറത്ത് നോട്ടീസ് ഒക്കെ വെക്കൂലേ, ഇന്ന ജോലിയിലേക്ക് ഒഴിവുണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള, ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾക്ക് അത് കാണുമ്പോഴും എന്താ പറയാ, നമുക്ക് ഡയറക്റ്റ് അവിടെ ഓഫീസിലായിട്ട് കോണ്ടാക്ട് ചെയ്യാം, അത് നമ്മൾ ഇന്റർവ്യൂ ചെയ്തെടുക്കും. അങ്ങനെ അതാണ് ഡയറക്റ്റ് ആണ്. ഇവിടെ നമ്മുടെ ആ റിക്രൂട്ടർ കാൻഡിഡേറ്റ്സും ഡയറക്റ്റ് അറിയിക്കുകയാണ് അല്ലെ, വേറെ മീഡിയ ഒന്നുമില്ല അതിന്റെ ഇടയിൽ. അതായത് ഫാക്ടറി ഗേറ്റ് അവിടെ ഈ പോസ്റ്റ് വെക്കുക ചെയ്യുന്നു, ജോലി ഒഴിവിനെ സംബന്ധിക്കുന്ന ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉള്ളത്. സ്റ്റാർട്ടിംഗ് ദി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ജോബ് വേക്കൻസി. ജോബ് വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്റെ നോട്ടീസ് ഫാക്ടറി ഗേറ്റിൽ വെക്കുന്നു. ക്ലിയർ അല്ലേ? അങ്ങനെ സെലക്ട് ചെയ്യുന്നു. അതാണ് ഡയറക്റ്റ് മെത്തേഡുകൾ. എനിക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, സ്കൗട്ടിങ്, ദെൻ അടുത്തതാണ് റിക്രൂട്ട്മെന്റ് അറ്റ് ഫാക്ടറി ഗേറ്റ്. നമ്മുടെ ക്ലാസ്സിൽ രമ്യക്കുട്ടി മാത്രം ഇരിക്കണോളോ? പെട്ടെന്ന് തമ്പ് തരുന്നുണ്ട്. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ അറിയാം 8 ചാപ്റ്റർ ആണ്. നമുക്ക് ഒരു പേജ് വെച്ച് പോയി കഴിഞ്ഞാൽ പറ്റൂല, 2 പേജെങ്കിലും, 1.25 പേജ് 2 പേജിന്റെ അടുത്ത് നമുക്ക് ഒരു ദിവസം കവർ ചെയ്യണം. ഇതിലാണ് നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് പോർഷൻസ് തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ പറയുമ്പോഴും അണ്ടർലൈൻ ചെയ്യാനുള്ളത് കറക്റ്റ് അണ്ടർലൈൻ ചെയ്തിടുക, പിന്നെ ബാക്കി വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നോട്ടീസ് ഈസ് പോസ്റ്റഡ് ഔട്ട്സൈഡ് ദ ഫാക്ടറി ഗേറ്റ്. അതേതാണ്? റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. ഇനി നോക്കിയേ, ഇൻഡയറക്റ്റ് മെത്തേഡ് എളുപ്പമുള്ളതാണ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? നേരിട്ടല്ല, അവിടെ മീഡിയേറ്റർ ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡ് ഇൻക്ലൂഡ് അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ ജോബിന്റെ പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ? ന്യൂസ് പേപ്പറില്, ടിവിയില് ഒക്കെ നമുക്ക് എന്താ പറയാ അഡ്വർടൈസ്മെന്റ് വന്നിട്ടുണ്ട് അല്ലെ. ഇന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഇന്ന പോസ്റ്റിൽ ഒഴിവുണ്ട്, ഇങ്ങനെ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ പരസ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇൻ മോഡേൺ ടൈംസ് ഇൻ ദിസ് മീഡിയം ഹാസ് ആൻ ഈക്വലന്റ് വിബ്രന്റ്. വിബ്രന്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്, ഊർജ്ജസ്വലമായ. വിബ്രന്റ്, active, energetic, and creative as consumer advertising. Advertising ഈ ഒരു മോഡേൺ കാലഘട്ടത്തില് ടൈമില് ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ മീഡിയം വളരെയധികം ഊർജ്ജസ്വലമാണ്. ഏത്? കൺസ്യൂമർ അഡ്വർടൈസിങ്ങിന് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മീഡിയമാണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ ഫസ്റ്റ് സെന്റൻസ്. അഡ്വർടൈസ്മെന്റ് usually provide a brief outline of the ഇനി എന്തൊക്കെയാണ് അഡ്വർടൈസ്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? Provide a brief outline of the job responsibility. ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? പോസ്റ്റ് എന്തൊക്കെയാണ് ജോബിന്റെ റെസ്പോൺസിബിലിറ്റി അത് ഉണ്ടാവും. കോമ്പൻസേഷൻ പാക്കേജുകൾ, കമ്പനിയുടെ കോമ്പൻസേഷൻ പാക്കേജ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, വളർച്ചകൾ അല്ലെ, ഓർഗനൈസേഷന്റെ വളർച്ച, want to reach a large target group. അടുത്തതാണ് പിന്നെ ഒരു വലിയ ലക്ഷ്യ ഗ്രൂപ്പിൽ എത്തിച്ചേരാനുള്ള ഒരു ആഗ്രഹം. and desire a good number of qualified individuals who are cosmopolitan in distribution. Cosmopolitan എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിശ്വ പൗര, അതായത് എല്ലാത്തിലും ഇതായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിൽ എന്താ പറയാ നല്ല ഇതായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ധാരാളം വ്യക്തികളെ ആഗ്രഹിക്കുന്നു ഏത്? ഈ അഡ്വർടൈസ്മെന്റ്. അപ്പൊ ഒരു കമ്പനി ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജോലിനെ കുറിച്ചുള്ള അല്ലെ നമുക്കൊരു ബ്രീഫ് ഔട്ട്ലൈൻ ആണ് അവിടെ കിട്ടുന്നത് അല്ലെ. എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്? കോമ്പൻസേഷൻ പാക്കേജുകൾ, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ഓർഗനൈസേഷന്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, അല്ലെങ്കിൽ ആ പുതിയ
ഇത് ഭാവിയിലേക്കുള്ള കാര്യങ്ങള്, ഇങ്ങനെയുള്ള നമ്മളെ എന്താ പറയാ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ബ്രീഫായിട്ട്, ഒത്തിരി ഡീറ്റെയിൽ അല്ല, ബ്രീഫ് ഔട്ട്ലൈൻ കിട്ടുക ചെയ്യുന്നത്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നോക്കിയേ, അഡ്വർടൈസ്മെന്റ് യൂഷ്വലി പ്രൊവൈഡ് എ ബ്രീഫ് ഔട്ട്ലൈൻ ഓഫ് എന്തിനേക്കാ, ജോബ് റെസ്പോൺസിബിലിറ്റി, കോമ്പൻസേഷൻ പാക്കേജ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ, want to reach a large target group and desire a good number of നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതായത് ഡിസ്ട്രിബ്യൂഷനിൽ നല്ല ഒരു സർവ്വവ്യാപി അല്ലെങ്കിൽ എല്ലാ പ്രാവീണ്യമുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. അടുത്തതാണ് രണ്ടാമത്തെ നോക്കിയാൽ എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്ബ്. നിങ്ങൾ ഏതെങ്കിലും ക്ലബിലൊക്കെ അംഗങ്ങളാണോ? ആണോ? ട്രേഡ് വ്യാപാര സംഘടനകള്, എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലബുകൾ, അതുവഴി നമുക്ക് എന്താണ് ഈ കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ക്ലബുകളിൽ മീറ്റിങ്ങോ അല്ലെങ്കിൽ കോൺഫറൻസ്, സെമിനാറുകള്, ആൻഡ് അതർ സോഷ്യൽ ഫംഗ്ഷൻ ഓഫ് എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്, അവരുടെ ഫംഗ്ഷൻസ് ഇല്ലേ, അവിടെ നമുക്ക് എന്തിനുള്ള ഇതുണ്ടാകും, മോർ വേസ് ടു സ്പോട്ടിംഗ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്, അവിടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അല്ലെ. സ്പോട്ടിംഗ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്, അവിടെ ഇപ്പൊ നമുക്ക് എന്താ, ഇങ്ങനെയുള്ള ക്ലബിലൊക്കെ നമ്മൾ അംഗങ്ങളാണ്, അവിടുത്തെ ഒരു കോൺഫറൻസോ മീറ്റിങ്ങോ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ടാലന്റ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്രൂട്ട് ചെയ്യാം. അതും എന്താണ് ഒരു എന്താണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ വരുന്നതാണ്. അതായത് ആ ക്ലബ് അല്ലെങ്കിൽ എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ വഴി കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും. ഓക്കെ, അതുവഴിയാണ്. ആദ്യത്തെ നമ്മൾ അഡ്വർടൈസ്മെന്റാ പറഞ്ഞത്. പരസ്യങ്ങൾ കൊടുത്തു, ആ പരസ്യങ്ങൾ കണ്ടിട്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ലെ, അപ്ലൈ ചെയ്യുന്ന ആ കാൻഡിഡേറ്റ്സിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ സെലക്ട് ചെയ്യുക. അപ്പൊ അവിടെ മീഡിയേറ്റർ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ഇവിടെ എന്താ രണ്ടാമത്തേല്, എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ, വ്യാപാര സംഘടനകള് അല്ലെങ്കിൽ ക്ലബുകള്, അതുവഴി അത് മുഖ്യാന്തരം നമുക്ക് ആ ഒരു സ്ഥാപനത്തിലേക്ക് ആളുകളെ, കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാം. ഓക്കെ, അതൊക്കെ നമുക്ക് എന്താണ് ഈ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്നതിനുള്ള പല മാർഗങ്ങളാണ്. മീറ്റിങ്ങുകള്, ഇപ്പൊ ക്ലബിന്റെ മീറ്റിങ്ങോ കോൺഫറൻസോ സെമിനാറുകളോ മറ്റുള്ള സോഷ്യൽ ഫങ്ഷൻസ്, ഇതൊക്കെ ഏതിന്റെ, എംപ്ലോയി ട്രേഡ് അസോസിയേഷന്റെ ക്ലബിന്റെ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങള്, അതൊരു മാർഗമാണ്. ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനുള്ള മാർഗമാണ്. അല്ലെ. മൂന്നാമത്തെ നോക്കിയേ, പ്രൊഫഷണൽ അസോസിയേഷൻ. പ്രൊഫഷണൽ അസോസിയേഷൻ, അസോസിയേഷൻസിലൊക്കെ ഉണ്ടോ നിങ്ങള്? ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ഓഡിറ്റേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, മാനേജേഴ്സ്, ഇവരൊക്കെ എന്ന് വെച്ചാൽ അസോസിയേഷൻസ്, ഇവർക്കിടെയൊക്കെ അസോസിയേഷനുകൾ ഇല്ലേ. അപ്പൊ ആ അങ്ങനെയുള്ള ആ അസോസിയേഷൻ മുഖാന്തരം അല്ലെ, അസോസിയേഷൻ മുഖ്യാന്തരം നോക്കിയേ, പ്രൊഫഷണൽ അസോസിയേഷൻ ഓർ ബോഡീസ് ഓഫ് എ മേജർ പ്രൊഫഷണൽസ് അടങ്ങുന്ന അല്ലെ, മേജർ പ്രൊഫഷണൽസിന്റെ സംഘടനകള്, ആർക്കടെ, ഡോക്ടർമാരുടെ സംഘടനകളാകാം, എഞ്ചിനീയർമാർക്കടെ, ഓഡിറ്റേഴ്സിന്റെ, ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ, മാനേജേഴ്സിന്റെ അല്ലെ. അപ്പൊ അവരുടെയൊക്കെ സംഘടനകൾ, ആ പ്രൊഫഷണൽസിന്റെ സംഘടനകൾ വഴി എന്ത് ചെയ്യാം, അപ്പൊ അവിടെ എന്തുണ്ട്, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അതിനെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ഫോർ ടെക്നിക്കൽ, സയന്റിഫിക് ആൻഡ് മാനേജറിയൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. കണ്ടോ, അങ്ങനെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാനേജറിയൽ ആയിട്ടുള്ള അവസരങ്ങൾക്കായിട്ട് ഏറ്റവും സാധ്യതയുള്ള പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ്, അതിന് സാധ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനായിട്ട് ധാരാളം അവസരങ്ങള് ഈ പ്രൊഫഷണൽ അസോസിയേഷൻ വഴി കിട്ടുന്നു. അതായത് ഈ ഡോക്ടർമാരൊക്കെ അടങ്ങുന്ന, അത് എഞ്ചിനീയർമാരൊക്കെ ഉള്ള ആ ഒരു പ്രൊഫഷണൽസിന്റെ സംഘടനകളില്ലേ, ആ സംഘടനകൾ വഴി
അവിടെ നിന്ന് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആളുകൾ ഉണ്ട്. ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാം, ഞാൻ അതേ സമയത്ത് ഞാനൊരു അസോസിയേഷനിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവിടുത്തെ എന്തെങ്കിലും പരിപാടികൾ കാര്യങ്ങളൊക്കെ വരൂലേ, അപ്പൊ അതില് അവിടെ ഉള്ള അംഗങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്താ പറയാ എന്റെ കമ്പനിയിലേക്ക് അവരെ എനിക്കൊരു റെഫറൽ പോലെ കൊടുക്കാൻ പാടില്ലേ, അല്ലേ? അപ്പൊ നമുക്ക് അതൊരു പ്രൊഫഷണൽ അസോസിയേഷൻ വഴിയാണ് നമുക്ക് അവിടെ എംപ്ലോയിനെ കിട്ടിയത്, അല്ലെ? കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്തത്. ഇതൊക്കെ ഇൻഡയറക്റ്റ് മെത്തേഡിൽ വന്നതാണ്. അടുത്ത് നോക്കിയേ, ഈ എന്താണ് അതർ റെപ്യൂട്ടഡ് ഫേംസ്, മറ്റുള്ള റെപ്യൂട്ടഡ് ഫേംസ്, പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ വഴി, അതർ റെപ്യൂട്ടഡ് ഫേംസ്, മറ്റുള്ള സ്ഥാപനങ്ങൾ വഴി. Nowadays it has become a trend to recruit human resource from well-known firms. അല്ലെ? എങ്ങനെ നമുക്ക് നടത്താം, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ, പ്രശസ്തമായ സ്ഥാപനങ്ങള്, അതുവഴി നമുക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. Few companies and firms have established a positive reputation on productivity, efficiency and industrial harmony. ഉണ്ടോ? മിക്ക കമ്പനികളും സ്ഥാപനങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രശസ്തി. ഏതില്? ഉത്പാദനത്തില്, അവരുടെ കാര്യക്ഷമതയില്, ഇൻഡസ്ട്രിയൽ ഹാർമണി, ഇതിലൊക്കെ എന്താ പറയാ അവര് പോസിറ്റീവ് ആയിട്ടുള്ള പ്രശസ്തി നിൽക്കുന്നുണ്ട്. അപ്പൊ നോക്കിയേ, many firms have made effort to discover appropriate, മിക്ക സ്ഥാപനങ്ങളും എന്തിനുള്ള ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്, ടു ഡിസ്കവർ appropriate candidates from such firms for filling a job position. ആ ഒരു ജോലിയുടെ ജോബ് പൊസിഷൻ ഫിൽ ചെയ്യാനായിട്ട് അത്തരം സ്ഥാപനങ്ങള് ഒരു പ്രശസ്തമായ സ്ഥാപനത്തിൽ നിന്ന് ഉചിതമായ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താൻ പല സ്ഥാപനങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രശസ്തമായ സ്ഥാപനങ്ങള്, അപ്പൊ അവിടെ എന്താ പറയാ അവിടെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് മിക്ക ഓർഗനൈസേഷനും സ്ഥാപനങ്ങളും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന്. ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ അത് എവിടെന്നാ നമുക്ക് കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്തത്, എവിടെന്നാ? മറ്റുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്നും. ഉണ്ടോ? ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ട് അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ഉചിതമായ കാൻഡിഡേറ്റ്സിനെ, നമ്മുടെ ജോലിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടാലന്റ് ഉള്ള എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താൻ പല സ്ഥാപനങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഏതാണ്? ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അവിടെ കേട്ടോ. ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡുകൾ? ഏതൊക്കെയാ? എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ആണ്, പുറമെ നിന്നാണ് നമ്മൾ കാൻഡിഡേറ്റ്സിനെ എടുക്കുന്നത്. ഏതാണ്? പരസ്യങ്ങളിലൂടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വ്യാപാര സംഘടനകൾ അല്ലെങ്കിൽ ക്ലബ് വഴി അവിടെ നിന്ന് നമുക്ക് ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പ്രൊഫഷണൽ അസോസിയേഷൻ, എഞ്ചിനീയർമാരോ ഡോക്ടർമാരൊക്കെ അടങ്ങുന്ന അവരെ കൊള്ളുന്ന അസോസിയേഷൻ, അവിടെ നിന്ന് നമുക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. അതുവഴി നമുക്ക് ഇതാണ് ഡയറക്റ്റ് അല്ല, ഇത് ഇൻഡയറക്റ്റ് ആണ്. കണ്ടോ? അതുവഴി നമുക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. മറ്റുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്നും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ നമുക്ക് അവിടെ നിന്ന് ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെയാണ് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് തേർഡ് പാർട്ടി മെത്തേഡ്? അതെന്താണ് തേർഡ് പാർട്ടി? മൂന്നാമത് ഒരാളുണ്ട് അതിന്റെ ഇടയിൽ. തേർഡ് പാർട്ടി ഉണ്ട്. എനിക്ക് അറിയാൻ പറ്റും. നമ്മൾ മിക്കവരും എന്തെങ്കിലും ഏജൻസിയിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ദിസ് തേർഡ് പാർട്ടി മെത്തേഡ് വിച്ച് ആർ മോസ്റ്റ് കോമൺ. ഏതൊക്കെയാണ് തേർഡ് പാർട്ടി മെത്തേഡ്? ഫസ്റ്റ് നോക്കിയേ, പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. നിങ്ങൾ ഏതെങ്കിലും ഏജൻസിയിലൊക്കെ നിങ്ങളുടെ ബയോഡേറ്റ ഒക്കെ കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ചെറിയൊരു ഫീസ് കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയില്
നിങ്ങളുടെ വീടുകളിലൊക്കെ ചിലപ്പോ വീടുകളിൽ കൂടിയൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ചോദിച്ചിട്ട് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടുക, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒഴിവുകൾ വരികയാണെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് വിളിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ മേടിച്ചിട്ട് അങ്ങനെ ആയിട്ടിട്ടില്ലേ നിങ്ങള്? അവിടെ എന്താ പറയാ, ആ ഓർഗനൈസേഷന് നമുക്ക് ഇടയിൽ മൂന്നാമതൊരാളുണ്ട്, മൂന്നാം കക്ഷിയുണ്ട്, അതാണ് ഏജൻസി. മനസ്സിലായില്ലേ നിങ്ങക്ക്? ഇപ്പൊ നമ്മളെ ഒരു കല്യാണം പറയാന്ന് വിചാരിക്കുക, നമ്മള് നേരെ നമുക്ക് എന്താ പറയാ, നേരെ നമ്മള് ഇപ്പൊ ഒരു പെണ്ണിനെ വേണം, ആ പെണ്ണിന്റെ വീട്ടിൽ പോയി വേണമെങ്കിൽ ആ വീട്ടുകാർക്ക് നേരെ ആലോചിക്കാം, അത് ഡയറക്റ്റ് മെത്തേഡാ അല്ലെ. ഇനി നമ്മളൊരു എന്താ പറയാ ഒരു ബ്രോക്കർ, മൂന്നാം കക്ഷി എന്നൊക്കെ പറയില്ലേ, ഇടനിലക്കാരനോട് പറയാം. അപ്പൊ എന്താ പറയാ, അയാള് ചെന്നിട്ടായിരിക്കും അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാള് മുഖാന്തരമാണ് നമ്മൾ കണക്ട് ചെയ്യണത്. അതുപോലെ തന്നെ ഇവിടെ ആലോചിക്കേ, നമ്മളുണ്ട്, കാൻഡിഡേറ്റ്സ് ഉണ്ട്, ഓർഗനൈസേഷൻ വേറെ സ്ഥലത്തേക്ക് ഉണ്ട്, അതിന്റെ ഇടയിൽ ആരെ കിടക്കുന്ന അവിടെ ഒരു ഏജൻസിയാണ്. മനസ്സിലായോ? നിങ്ങളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയാ, ഇതൊക്കെ കഴിഞ്ഞ ഡിഗ്രി ബിഎഡും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്താ പറയാ, ഓരോന്നും കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമ്മുടെ അവിടെ ഇങ്ങനെ ഏജൻസിയിൽ നമ്മൾ ചെറിയ ഫീസ് കൊടുത്തിട്ട് നമ്മളോട് പറയാ രജിസ്റ്റർ ചെയ്തിടുക, അപ്പൊ എന്തെങ്കിലും ഒഴിവുകൾ വരുവാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞോണ്ടൊക്കെ. നിങ്ങളൊന്നും ചെയ്തിട്ടിട്ടില്ലേ അങ്ങനെ? നിങ്ങളുടെ അവിടെ ഒന്നും അങ്ങനെയുള്ള ഏജൻസി ഒന്നും ഇല്ലേ? അതായത് തേർഡ് പാർട്ടിയാണ്, എന്താ പറയാ ഒരു മൂന്നാമതൊരാളുണ്ട്. കാര്യം മനസ്സിലായോ നിങ്ങക്ക് എന്താണെന്നുള്ളത്? Okay. Okay. They are used extensively and charged. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ല, അത് അടുത്തത് വരുന്നുണ്ട് കേട്ടോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസി അടുത്തതാണ്. ഇത് അല്ലാതെ നമ്മൾ എന്താ പറയാ, നമ്മുടെ ഈ ഏജൻസികളില്ലേ, പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളില്ലേ, പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ, അപ്പൊ അവര് ഈ ബ്രോക്കർമാര് ചെയ്യണ പോലെ തന്നെ, അതാ ഞാൻ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേ, ബ്രോക്കർമാർ ചെയ്യണ പോലെ നമ്മുടെ ഇടയിൽ ഒരു ഇടനിലക്കാരൻ. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒഴിവുണ്ടെങ്കിൽ അവര് ആ ഓർഗനൈസേഷൻ നേരിട്ടല്ല, അത് ആ ഏജൻസിയിലേക്ക് വരുമ്പോ ആ ഏജൻസിയിൽ ഇന്ന സ്ഥാപനത്തിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കാം. അപ്പൊ നമ്മളെ എവിടെയാ ചെല്ലണ്ടേ? ആ സ്ഥാപനത്തിലേക്കല്ല, ആദ്യം നമ്മളെ ഏജൻസി ചെന്നിട്ട് അവിടെ നിന്നാണ് അവരാണ് അങ്ങോട്ടേക്ക് വിടുന്നത്. നമ്മുടെ രണ്ടുപേർക്കുടെ ഇടയിൽ ഒരു പ്രൈവറ്റ് ഒരു ഏജൻസി ഉണ്ട്. Okay, they are used extensively and charge very little fees from applicant. കണ്ടോ, ഒരു ആപ്ലിക്കൻസിന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ഫീസ് മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവര് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യുക. എക്സ്റ്റെൻസീവ്ലി എന്ന് വെച്ചാൽ വ്യാപകമായി. Okay. Okay, and charge very little fees. ഒരു എന്ത് ചെയ്യുന്നു, ചെറിയ ഫീസ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും. They focus on specific occupations such as general office helper, salesman, technical workers, accountants, computer staff, engineers and executives. And ഇങ്ങനെയുള്ള സ്പെഷ്യൽ ജോലികളൊക്കെ അവർ ഫോക്കസ് ചെയ്യും. അപ്പൊ ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ സെയിൽസ്മാന്റെ ഒഴിവുണ്ടെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ അക്കൗണ്ടന്റിന്റെ ഒഴിവുണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ, അത് നേരെ ഏജൻസി മുഖാന്തരം നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ, അപ്പൊ ഏജൻസി മുഖാന്തരമാണ് നമ്മളെ അറിയിക്കുന്നത്. കണ്ടോ, these private agencies work as middleman between employee and employer. അണ്ടർലൈൻ ചെയ്തിട്ടേ, എംപ്ലോയറും തമ്മിലുള്ള ആ ഒരു മിഡിൽ മാൻ, ഇടനിലക്കാരനായിട്ട് ആരാ വർക്ക് ചെയ്യുന്നത്? പ്രൈവറ്റ് ഏജൻസി. ക്ലിയർ ആവുന്നില്ലേ പറയണേ? നമ്മുടെ ഇടയിൽ ഒരു ഏജൻസി ഉണ്ട്, അത് പ്രൈവറ്റാ, നമ്മളത് ചെറിയ ഫീസ് കൊടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്തിടുന്നു. ആ സ്ഥാപനത്തിൽ ഒഴിവ് വരുമ്പോൾ ആ ഏജൻസിയിലാണ് അറിയുന്നത്. ആ ഏജൻസിയാണ് നമ്മളെ വിളിച്ച് ഇന്ന സ്ഥാപനത്തിൽ ഒഴിവുണ്ട്, നിങ്ങൾ ഇതിന്റെ കാര്യങ്ങളുമായിട്ട് അവിടേക്ക് ചെല്ലണമെന്ന് അറിയിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. പ്രൈവറ്റ് ഏജൻസി വർക്ക് ആസ് എ മിഡിൽ മാൻ ബിറ്റ്വീൻ ആരുടെ ഇടയിൽ? എംപ്ലോയി ആൻഡ് എംപ്ലോയർ. തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ഒരു മിഡിൽ മാൻ, നമ്മുടെ ഇടയിൽ ഒരു മിഡിൽ മാൻ ആയിട്ട് വർക്ക് ചെയ്യാണ്.
ഇനി രണ്ടാമത് നോക്കിയേ, സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസി. ഇതാണ് നമ്മുടെ എംപ്ലോയ്മെന്റ്. നിങ്ങളുടെ അടുത്തുള്ള എംപ്ലോയ്മെന്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ അല്ലെ? അവിടെ ഈ എംപ്ലോയ്മെന്റിൽ വേക്കൻസി നമ്മൾ വരുമ്പോഴേ എംപ്ലോയ്മെന്റിൽ നിന്ന് നമ്മൾ പിടിക്കും അല്ലെ? അത് സ്ഥിരമാണെന്നില്ല, ചിലപ്പോൾ 6 മാസത്തേക്കോ 3 മാസത്തേക്കോ ഒക്കെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒഴിവുണ്ടെന്നുള്ളത് എംപ്ലോയ്മെന്റിലേക്ക് വരും. അപ്പൊ നമ്മൾ എംപ്ലോയ്മെന്റിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലെ? ഗവൺമെന്റ് എംപ്ലോയ്മെന്റിൽ, അതാണ് പബ്ലിക് പൊതു എംപ്ലോയ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസി. അപ്പൊ അങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ എംപ്ലോയ്മെന്റിൽ നിന്ന് അങ്ങനെ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ടെക് കമ്പനിയിലേക്ക് 6 മാസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജോലി കിട്ടി, 6 മാസം കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾക്കൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ, എംപ്ലോയ്മെന്റിൽ നിന്ന് ഒരു കാർഡ് വന്നിട്ട് ഇന്ന സ്ഥലത്ത് ജോലി ഉണ്ട്, നിങ്ങൾ അത് ഇന്റർവ്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ലേ? നിങ്ങൾ 10th കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിടൂലേ? പിന്നെ നമ്മൾ 3 വർഷമൊക്കെ കൂടുമ്പോൾ നമ്മൾ പുതുക്കി അത് ഇടണം. അപ്പൊ അവിടെ ഏതെങ്കിലും ജോബ് വേക്കൻസി വരുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഫുള്ള് ബയോഡാറ്റ ഉണ്ടല്ലോ, നമ്മൾ ഓരോ കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ? ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു, നമ്മുടെ സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടുപോയി അപ്ഡേറ്റ് ചെയ്യണം അല്ലെ? ഓരോ കോഴ്സ് കഴിയുമ്പോൾ അപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒഴിവ് വരുമ്പോൾ ആ എംപ്ലോയ്മെന്റിൽ നിന്ന് നമ്മളെ വിളിക്കും. അങ്ങനെ they provide a clearing house for jobs and job information along with a wide range of services such as counseling, job searching and information about the labor market, workers and pay rates. കൗൺസിലിംഗ്, എംപ്ലോയ്മെന്റ് ഏജൻസീസ് എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് സർവീസുകളാട്ടോ തരുന്നത്. ഇങ്ങനെയുള്ള ഒരു ക്ലിയറിംഗ് ഹൗസ്, ജോലിനെ കുറിച്ച്, ജോബ് ഇൻഫർമേഷനെ കുറിച്ചുള്ള ഒരു ക്ലിയറിംഗ് ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടോ. ദീസ് ആർ നോൺ ആസ് എംപ്ലോയ്മെന്റ് ഓർ ലേബർ എക്സ്ചേഞ്ച്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് കേട്ടിട്ടില്ലേ? എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ലേബർ എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നു. ഇതെന്താണ്? പ്രൊവൈഡ് എ ക്ലിയറിംഗ് ഹൗസ് ആണ്. ക്ലിയറിംഗ് ഹൗസ് ഫോർ ജോബ് ആൻഡ് ജോബ് ഇൻഫർമേഷൻ, ജോലിക്കും ജോലിനെ കുറിച്ചുള്ള വിവരങ്ങളുള്ള ഒരു ക്ലിയറിംഗ് ഹൗസ് ആണ്. എലോങ് വിത്ത്, ഏതിന്റെ ഒപ്പം തന്നെ കൗൺസിലിംഗ്, പിന്നെ അതുപോലെ ജോലി സെർച്ചിങ്, ജോലി തിരയല്, തൊഴിൽ വിപണി, തൊഴിലാളികള്, ശമ്പള നിരക്കുകള് എന്നിവയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള വിവിധമായിട്ടുള്ള സേവനങ്ങളും ഇത് എന്താ ഒരു ക്ലിയറിംഗ് ഹൗസിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സർവീസുകളും പ്രൊവൈഡ് ചെയ്യും. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടെ എന്തൊക്കെയാന്നുള്ളത്. ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് സച്ച് ആസ് കൗൺസിലിംഗ്, ജോബ് സെർച്ചിങ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ലേബർ മാർക്കറ്റ്, വർക്കേഴ്സ്, പേ റേറ്റ്, ശമ്പള നിരക്കുകൾ, ഇതിനെ കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് കിട്ടും. അടുത്തതാണ് സ്കൂൾസ്, കോളേജസ് ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്കൂളുകള്, കോളേജുകള്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ മീഡിയേറ്റർ ആയിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട്. All these provide opportunities for the recruiting their students. കണ്ടോ, അവര് അവരുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള അവസരം പ്രൊവൈഡ് ചെയ്യാണ്. These general and technical or professional institutions provide blue collar, white collar and managerial personnel. കണ്ടോ, അപ്പൊ സ്കൂൾ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജ് വഴി ഒക്കെ നമുക്ക് ഇന്ന സ്ഥാപനത്തിന് ഒഴിവുണ്ട്, അപ്പൊ നമ്മളെ വിളിക്കും അല്ലെ? നമ്മളൊക്കെ ഓൾറെഡി നമ്മൾ അവിടെ പഠിച്ചതാണ്, നമ്മുടെ ഡാറ്റാസ് ഒക്കെ ഇൻഫർമേഷൻ അവിടെ സ്കൂളിലുണ്ട്. അപ്പൊ അവിടേക്ക് എന്തെങ്കിലും ഒരു ഒഴിവുകൾ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നിന്നായിരിക്കും നമ്മളെ വിളിക്കുന്നത്. അത് നോക്കിയേ, ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ബ്ലൂ കോളർ. കേട്ടിട്ടുണ്ടോ? ബ്ലൂ കോളർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഓഫീസില്ലേ അതിന് പുറത്ത് ജോലി ചെയ്യുന്ന ജോലിയാട്ടോ. ഓഫീസിന് പുറത്ത് ചെയ്യുന്ന ജോലി, അതാണ് ബ്ലൂ കോളർ. യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഓഫീസിന് പുറത്ത് ചെയ്യുന്ന ജോലികൾ. വൈറ്റ് കോളർ എന്ന് പറഞ്ഞാൽ ഓഫീസ് ക്രമീകരണത്തിന്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നതാണ് വൈറ്റ് കോളർ. വൈറ്റ് കോളർ ഓഫീസിന്റെ അകത്ത് ജോലി ചെയ്യുന്നതാണ് വൈറ്റ് കോളർ. ആൻഡ് മാനേജറിയൽ പേഴ്സൺ. മാനേജറിയൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ അധികാര പൊസിഷനിലാണ്.
അധികാര അല്ലെങ്കിൽ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലേക്ക് ആ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല ഇതിലേക്കും ബ്ലൂ കോളർ, ഇപ്പൊ സ്ഥാപനത്തിന് പുറത്തുള്ള ജോലിയാണെങ്കിലും സ്ഥാപനത്തിന് ഉള്ളിലുള്ള ജോലിയാണെങ്കിലും മാനേജറൽ പേഴ്സണൽസ്, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫാണ് കേട്ടോ, തൊഴിലാളികൾ. അതായത് ഒരു നല്ലൊരു ഉത്തരവാദിത്ത സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികള്. അപ്പൊ അങ്ങനെയുള്ള ജോലിയാണെങ്കിലും അങ്ങനെയുള്ള ജോലിയിലേക്കൊക്കെ ഉള്ള എന്ത് ചെയ്യുന്നു ഒഴിവുകള് കാര്യങ്ങള് ഒക്കെ അത് പറയുന്നു. സ്കൂള് കോളേജസ് ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അടുത്തത് നോക്കിയേ, പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഓർ റിക്രൂട്ടിംഗ് ഫേംസ് ഓർ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്. ആ പേരുകളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. പ്രൊഫഷണൽ ഓർഗനൈസേഷനുകള് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങൾ, ഫേംസ് ഓർ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്. They keep entire information records about employed executives. കണ്ടോ, നമ്മളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും entire information അവര് എന്ത് ചെയ്യുന്നു സൂക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ വെക്കുന്നുണ്ട്. ജോലി ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അവര് രേഖകളും ശേഖരിക്കുന്നു. These consulting firms suggest highly competent individuals for managerial, marketing and production engineers post. കണ്ടോ, എന്താ പറയാ, ആ സ്ഥാപനങ്ങള്, ആ കൺസൾട്ടിങ് സ്ഥാപനങ്ങള് എന്ത് ചെയ്യും, മാനേജറിയൽ, മാർക്കറ്റിംഗ്, അതുപോലെയുള്ള പ്രൊഡക്ഷൻ എഞ്ചിനീയർ പോസ്റ്റ്, അങ്ങനെയുള്ള തസ്തികയിലേക്ക് ഉയർന്ന അങ്ങനെയുള്ള ആ പോസ്റ്റിലേക്ക് അതിന് കോമ്പീറ്റന്റ് ആയിട്ടുള്ള, അതിന് നല്ല കഴിവുകളുള്ള ആളുകളെ സജസ്റ്റ് ചെയ്യുന്നു. ആ ഫേംസുകളാണ് എന്ത് ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്. അതുവഴിയാണ് ഇപ്പൊ നമ്മുടെ ഇടയിൽ ആരാണുള്ളത്, റിക്രൂട്ടിംഗ് ഫേംസുകള്, റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങള്, അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, ആ പോസ്റ്റിലേക്ക് നമ്മളെ വിളിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളി സംഘടനകള്. ട്രേഡ് യൂണിയൻ ഓഫർ manual and skilled workers in sufficient quantity. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് നമ്മളിപ്പോ പറഞ്ഞതിന്റെ ആ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. They keep entire information records about employed executives. ആരാണ്, പ്രൊഫഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് ഫേംസുകളില്ലേ, റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങള് അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങള്, എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്, ഇവരുടെ കയ്യിലൊക്കെ എന്തുണ്ട്, മൊത്തത്തിലുള്ള എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള വിവരങ്ങളുണ്ട്. ആ സ്ഥാപനമാണ്, ആ കൺസൾട്ടിംഗ് ഫേംസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അതിന് യോഗ്യരായിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ഈ ഓരോ പൊസിഷനിലേക്കും യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവരാണ്, ആ ഫേമുകളാണ്, റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്ത ട്രേഡ് യൂണിയൻ, തൊഴിലാളി സംഘടനകൾ. ട്രേഡ് യൂണിയൻ ഓഫർ മാനുവൽ ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് ഇൻ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി. ഈ തൊഴിലാളി സംഘടനകളില്ലേ, അവര് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന യൂണിയനിലുള്ള ആളെ വിളിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിലുണ്ട്, അവിടെ പല യൂണിയനും ഉണ്ടാവും. ആ യൂണിയനിൽ ആ പോസ്റ്റിലേക്ക് അവരാ സെലക്ട് ചെയ്തത്. ഇപ്പൊ നമ്മുടെ യൂണിയനിൽ പെട്ട ആളെ ആ പോസ്റ്റിൽ എടുക്കണം. യൂണിയൻ ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? ട്രേഡ് യൂണിയൻ, തൊഴിലാളി സംഘടനകളുണ്ട്, അവരാ പറയേണ്ടത് അല്ലെ. ആ യൂണിയനില് നമ്മള് ഇപ്പൊ ഒരാൾക്ക് ജോലി വേണമെങ്കിൽ അവര് ആ യൂണിയൻ തീരുമാനിക്കും അല്ലെ, ആരെയാണ് അവിടേക്ക് നിയമിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത് എന്നുള്ളത് ആ ട്രേഡ് യൂണിയൻ ആണ് കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നത്. കണ്ടോ, ട്രേഡ് യൂണിയൻ ഓഫർ, അവര് വാഗ്ദാനം ചെയ്യുന്നു മാനുവൽ ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് ഇൻ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഇൻ എ ഫ്യൂ ഓർഗനൈസേഷൻ. ചില ഓർഗനൈസേഷനിൽ ഫോർമൽ അഗ്രിമെന്റ് ആർ നീഡ് ടു ഗീവ് priority to the candidates recommended by the trade union during the recruitment process. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ചില സ്ഥാപനങ്ങളിലില്ലേ അവര് എഗ്രിമെന്റ് ഉണ്ടെന്ന്, ഈ യൂണിയനുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ട്. അതായത് അവര് ആ യൂണിയൻ റെക്കമെൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യണം, ആ പൊസിഷനിലേക്ക് എടുക്കണം. ഇപ്പൊ 10 പോസ്റ്റ് ഉണ്ടെങ്കിലേ അതിന് 2 എണ്ണം യൂണിയന് വിട്ടുകൊടുക്കണം. യൂണിയന് പറയുന്ന ആളുകള് കണ്ടോ, അവർക്കാണ് പ്രിയോറിറ്റി. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? Give priority to the candidates. ആർക്കാണ് പ്രിയോറിറ്റി കൊടുക്കണേ? യൂണിയൻ പറയുന്ന ആൾക്ക് കൊടുക്കണം. കണ്ടോ,
priority to the candidates recommended by the trade union during the recruitment process. ആ recruitment processൽ യൂണിയൻ റെക്കമെൻഡ് ചെയ്യുന്ന ആ കാൻഡിഡേറ്റ്സിന് വേണം അവർക്ക് പ്രിയോറിറ്റി കൊടുക്കണം. അങ്ങനെ ആ കമ്പനിയുമായിട്ട് യൂണിയൻ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന്, ആ ഒരു സ്ഥാപനത്തിന് ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഇനി അടുത്തതാണ് എഫ്, കാഷ്വൽ ലേബർ ഓർ ആപ്ലിക്കൻ അറ്റ് ദ ഗേറ്റ്. കാഷ്വൽ ലേബർ ഓർ ആപ്ലിക്കൻ അറ്റ് ദ ഗേറ്റ്. കാഷ്വൽ ലേബർ ഓർ ആപ്ലിക്കൻ അറ്റ് ദ ഗേറ്റ്. അതായത് നമ്മൾ കാഷ്വൽ സാധാരണ നമുക്ക് ഇപ്പൊ പറഞ്ഞില്ലേ ഫാക്ടറി ഗേറ്റിനോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫീസിലോ സാധാരണയുള്ള, അതായത് കാഷ്വൽ ലേബർ എന്ന് പറയുന്നത് ടെമ്പററി വർക്കേഴ്സ് ആട്ടോ. ടെമ്പററി വർക്കേഴ്സ്, താൽക്കാലിക ജോലിക്കാർ. ഇപ്പൊ നമ്മൾ ഈ ഡെയിലി വേജസ് ഒക്കെ പോലെ ഇല്ലേ, അതായത് സ്ഥിരം ജോലിയല്ല, നമ്മൾ താൽക്കാലിക വർക്കേഴ്സ് ആണ് കാഷ്വൽ വർക്കേഴ്സ് or applicant at the gate. Many industries are depend on casual labor who daily mark his presence on factory gate or employment office. Factory gate ലോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫീസിലോ ഉള്ള ദിവസവും തന്റെ സാന്നിധ്യം രേഖപ്പെടുത്തുന്ന ഈ കാഷ്വൽ തൊഴിലാളികളെ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള വർക്കേഴ്സിനെ ആശ്രയിച്ചിട്ടാണ് പല ഓർഗനൈസേഷനും ഇരിക്കുന്നത്, അല്ലെ? ഇപ്പൊ ചിലപ്പോ പെട്ടെന്ന് ഒരു ഒഴിവ് വന്നു, അപ്പൊ ഇങ്ങനെയുള്ള 2 മാസത്തേക്ക് അങ്ങനെയൊക്കെ ഡെയിലി വേജസിനൊക്കെ പോകുന്ന ആളുകൾ ഒത്തിരി പേരില്ലേ, അല്ലെ? ഇപ്പൊ ഫാക്ടറി ഗേറ്റിന് പുറത്തോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ എംപ്ലോയ്മെന്റ് ഓഫീസിലൊക്കെ അവരുടെ ആ ഒരു പ്രസൻസ് ഉള്ള ആളുകളെ പല ഓർഗനൈസേഷനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാഷ്വൽ ലേബർ എന്ന് പറഞ്ഞാൽ ടെമ്പററി വർക്കേഴ്സ് ആണ്. Many industries are depend on casual labor who daily mark his presence on factory gate or employment office. Employment office അല്ലെങ്കിൽ ഫാക്ടറി ഗേറ്റിലൊക്കെ ഡെയിലി പ്രസൻസ് അവർക്ക് സാന്നിധ്യമുള്ള, അല്ലെങ്കിൽ അങ്ങനെ പതിവായിട്ട് നമ്മളിങ്ങനെ നമ്മൾ പറയില്ലേ ഇപ്പൊ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് ആരെങ്കിലും ലീവ് എടുത്തു ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ, അങ്ങനെ സ്ഥിരമായിട്ടുള്ള, അങ്ങനെ എന്താ പറയാ ഒരു ടെമ്പററി വർക്കേഴ്സിനെ പല ഓർഗനൈസേഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കൻസ്, ഏകീകരിക്കാത്ത ആപ്ലിക്കേഷൻസ്. അതായത് ഇത് അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻസ് ആവുമ്പോൾ ചിലപ്പോ നല്ല എന്താ പല റിസ്ക് ഉള്ള ജോലികളൊക്കെ ആയിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ജോലിയിലേക്ക് അധികം ആൾക്കാർ അപ്ലൈ ചെയ്യോ? ഏകീകരിക്കാത്ത അപേക്ഷകള് എന്നാ പറയുന്നത്. അതായത് നല്ല റിസ്ക് ഉള്ള ജോലിയൊക്കെ കാരണം എന്താണ്, ചില ആളുകള് നമ്മളാണെങ്കിൽ ആ പോസ്റ്റിലേക്ക് അധികം ഇത് ഉണ്ടാവില്ല. Okay, there are certain job posts for which a small number of candidates apply. ചില പോസ്റ്റിലേക്ക് കുറച്ച് കാൻഡിഡേറ്റ്സിൽ അപ്ലൈ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മളോട് വലിയ റിസ്കി ജോലിയാണ്, അതിന്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ അപ്ലൈ ചെയ്യോ? അപ്പൊ അവിടെ കുറച്ച് ആപ്ലിക്കൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻ സച്ച് കേസസ്, അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും, ഓർഗനൈസേഷൻ ക്യാൻ സെർച്ച് ദ ആപ്ലിക്കേഷൻ ഫോം ഓഫ് ദോസ് കാൻഡിഡേറ്റ്സ് ഹു ക്യാൻ അപ്രോച്ച് ദ ഓർഗനൈസേഷൻ ഫോർ എ വേക്കൻസീസ് അവൈലബിൾ ബൈ ദെയർ ഓൺ എഫേർട്ട്. കണ്ടോ? അപ്പൊ അങ്ങനെ ചിലപ്പോ ഇങ്ങനെ ഒരു ഇത് നമ്മൾ വരികയാണ്, 2 പേരെ നമുക്ക് 2 ജോലിക്കാര് എന്താ പറയാ നമുക്ക് 2 ഒഴിവേ ഉള്ളൂ, പക്ഷെ അതിനകത്തുനിന്ന് അധികം ആൾക്കാരും അതിലേക്ക് ആപ്ലിക്കേഷൻ ഫോം തന്നില്ല, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തില്ല, അധികം കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തില്ല. അപ്പൊ അപ്ലൈ ചെയ്തതിന് വേറെ താല്പര്യമോ വേറെ ഒന്നും നോക്കൂല, ആ അപ്ലൈ ചെയ്ത ആളുകളെ തന്നെ സെലക്ട് ചെയ്യും. കണ്ടോ? അതാ പറഞ്ഞേക്കണേ. ചില ജോലി അത് നമ്മൾ പറഞ്ഞില്ല റിസ്ക് ജോലിയൊക്കെ കാരണം വളരെ കുറച്ച് ആപ്ലിക്കൻസ് മാത്രം ആ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ലഭ്യമായ ഒഴിവ് ആ പോസ്റ്റ് നികത്താനായിട്ട് ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, ആ സമീപിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിലെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിലെ അവരുടെ ഫോമുകൾ ഓർഗനൈസേഷൻ സ്വയം അന്വേഷിച്ച് കണ്ടെത്തും. അതായത് അവിടെ വേറെ തരംതിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെ? പെട്ടെന്ന് അതാണ് അൺകൺസോളിഡേറ്റഡ് എന്ന് പറയുന്നത്, ഏകീകരിക്കാത്ത ആപ്ലിക്കേഷൻ. അപ്പൊ അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് അല്ലെങ്കിൽ അതിന് ആ ജോലി ചെയ്യാമെന്ന് തയ്യാറായിട്ട് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവരിൽ നിന്ന് എന്താ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. അതൊന്നും വെച്ചാൽ വലിയ ഇതൊന്നും അല്ല. ഇപ്പൊ ഒരു 10,000 അപേക്ഷ വന്നിട്ട് അതിൽ നിന്ന് ഒരു 5 എണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഇതിപ്പോ ഒരു 5 വേക്കൻസി ഉള്ളൂ, ഒരു 7 കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്നുള്ളെങ്കിൽ അത് എന്താ എളുപ്പമല്ലേ എടുക്കാൻ, അല്ലേ? അല്ലേ? അതായത് ചില പൊസിഷനിലേക്ക് ചില ജോലിയിലേക്ക് കുറച്ച് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുള്ളൂ. അതെന്താ? റിസ്ക് ജോലിയൊക്കെ ആയിരിക്കും അത് കാരണം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷനെ സമീപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം തന്നിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവരിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കി, ഒരു എക്സ്പീരിയൻസ് ഉള്ളവരെ നോക്കി സെലക്ട് ചെയ്യും. ഓക്കെ, അടുത്ത നോക്കിയേ, വോളണ്ടറി ഓർഗനൈസേഷൻസ്. Voluntary organizations. Voluntary organizations. Okay. These organizations, such as private clubs or social organizations, might also supply employees like who are physically handicapped, widows, or married women, aged person, retired people, etc. ചില വോളണ്ടറി ഓർഗനൈസേഷൻസ്, സന്നദ്ധ സംഘടനകളില്ലേ, ചില സംഘടനകൾ, അത് പ്രൈവറ്റ് ക്ലബുകളോ അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷൻസ്, അവരാണ് എംപ്ലോയീസിന് സപ്ലൈ ചെയ്യുന്നത്. അതായത് ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ ഒരു ക്ലബില് ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള ആളുണ്ട്, അപ്പൊ ഒരു ഒഴിവ് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എന്താ പറയാ ഇത് ചെയ്യാൻ പറ്റൂലേ? അങ്ങനെയുള്ള സന്നദ്ധ സംഘടനകള്, ഇങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ക്ലബുകളൊക്കെ ഇല്ലേ, അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ആ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഡോഡ്, കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് മരിച്ചുപോയിട്ടില്ലേ, വിധവകളില്ലേ, അവരെയോ അല്ലെങ്കിൽ മാരീഡ് വുമൺ, ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഹസ്ബൻഡിന് വല്ല തീരാരോഗം കിടപ്പിലായിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ, അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ആളുകള്, റിട്ടയർഡ് ആയിട്ടുള്ള ആളുകള്, അവരെയൊക്കെ എന്ത് ചെയ്യുന്നു, ആ പ്രൈവറ്റ് ക്ലബുകള് എന്ത് ചെയ്യുന്നു, അവര് ആ ഓർഗനൈസേഷനിലേക്ക് അറിയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആ സന്നദ്ധ സംഘടനകൾ വഴിയും ആ ഓർഗനൈസേഷനിൽ റിക്രൂട്ട്മെന്റ് നടത്തും. നിങ്ങളുടെയൊക്കെ അവിടെ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടോ? എന്തെങ്കിലും ഇങ്ങനെയുള്ള ക്ലബുകൾ, കാര്യങ്ങള്? അപ്പൊ ആ ക്ലബിലെ അംഗങ്ങളോ അവരുടെ മക്കളോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്, തീരെ ജീവിക്കാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ വേറെ ഇതില്ല, അപ്പൊ അവർക്ക് പറ്റുന്ന ഒരു ജോലി വരികയാണെങ്കിൽ അവരവരെ റെക്കമെൻഡ് ചെയ്യൂലേ? റെക്കമെൻഡ് ചെയ്യോ ഇല്ലയോ? ചെയ്യൂലേ? അങ്ങനെയുള്ള ക്ലബുകളൊക്കെ. അതാണ് വോളണ്ടറി ഓർഗനൈസേഷൻ. ഇനി അടുത്തത് ഒരെണ്ണം കൂടെ ഉള്ളൂ, കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്കാണ്. പിന്നെ ലാസ്റ്റത്തെ എന്ന് പറഞ്ഞത് തന്നെ റിപ്പീറ്റ് വന്നേക്കണേ ആണോടാ, അതൊന്ന് നിങ്ങള് എന്താ പറയാ അത് കളഞ്ഞേരെ, എന്നുള്ളത് വെട്ടിയിട്ടേരെ. നമ്മൾ ഓൾറെഡി പറഞ്ഞത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നോളും. ഇനി ഒരെണ്ണം കൂടി ഉള്ളു അതിനകത്ത്, ഏതാ? തേർഡ് പാർട്ടി മെത്തേഡില് കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്സ് ആണ്. കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്സ്. When a company needs a specific type of employee, job description and the job specification are uploaded into the computer. Then where they are matched with the resume data stored there. അതായത് കമ്പ്യൂട്ടറില് ഈ കാൻഡിഡേറ്റ്സിന്റെ വിവരങ്ങൾ ഉണ്ടാവും, അല്ലെ? കമ്പ്യൂട്ടറില് ഇപ്പൊ നമ്മള് ഇത് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം തന്നിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ എവിടെ ഉണ്ടാകും? ആ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതാണ് കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിക്ക് ഒരു പ്രത്യേക തരം എംപ്ലോയീസിന് ആവശ്യമുള്ളപ്പോൾ, ഏതെങ്കിലും ഒരു പ്രത്യേക ജോലിക്ക് ഒരു ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസിന് ആവശ്യം വരുമ്പോൾ കമ്പനി എന്ത് ചെയ്യുമെന്ന് അറിയോ? ആ ഡേറ്റ ബാങ്ക് നോക്കും. അതായത് കമ്പനിയുടെ അവരുടെ ഡേറ്റാസ് കമ്പനി ആ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ എന്താണ്, അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ അവരുടെ റെസ്യൂമായിട്ട് മാച്ച് ചെയ്യില്ല. അവര് സംഭരിച്ചിരിക്കുന്ന റെസ്യൂമ ആ ഡേറ്റയുമായി പൊരുത്തപ്പെടുന്ന എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്കൂളിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഡേറ്റ ഒക്കെ ഉണ്ടാവും, അല്ലെ? കമ്പ്യൂട്ടറിൽ സ്റ്റോർ ഉണ്ടാകും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആ സ്ഥാപനത്തിൽ ഒരു ഒഴിവ് വരികയാണെങ്കിൽ, അല്ലെ, ആ ഡേറ്റ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളതാണ് അല്ലെങ്കിൽ ഇന്ന് എത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ആ പോസ്റ്റിലേക്ക് വേണ്ടതെന്ന് കമ്പനി നോക്കിയിട്ട് നമ്മുടെ ഈ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കും. എന്നിട്ട് അവരുടെ റെസ്യൂമും ഈ ഡേറ്റയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ളവരെ കമ്പനി അങ്ങനെ കമ്പ്യൂട്ടർ വഴി സെലക്ട് ചെയ്യും. കമ്പ്യൂട്ടറിൽ ഡേറ്റ നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യും. അതാണ് കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്സ് എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആയോ? ഇതെല്ലാം ഏത് വഴിയാണ് നമ്മൾ പറഞ്ഞത്? തേർഡ് പാർട്ടി മെത്തേഡിൽ വരുന്നതാണ്. ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസികൾ വഴി, പിന്നെ അടുത്തത് ഇതാണ് നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ എംപ്ലോയ്മെന്റ് ഇല്ലേ, അത് വഴി, സ്കൂൾ, കോളേജ്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി, പ്രൊഫഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്ന സ്ഥാപനങ്ങൾ വഴി, പിന്നെ ട്രേഡ് യൂണിയൻ, തൊഴിലാളി സംഘടനകൾ വഴി, ആ യൂണിയനിലുള്ള ആളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ. പിന്നെ കാഷ്വൽ ലേബർ ഓർ ആപ്ലിക്കന്റ് അറ്റ് ദ ഗേറ്റ്, സാധാരണ നമ്മളിങ്ങനെ സ്ഥിരം ജോലി ഇല്ലാത്ത അല്ലെങ്കിൽ സാധാരണ ആളുകളെ അതിലേക്ക് ഈ ഫാക്ടറി ഗേറ്റിലുള്ള അവിടെ പ്രസന്റ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഏകീകരിക്കാത്ത അപേക്ഷകള്, അത് നമ്മൾ പറയാം റിസ്ക് വർക്ക് ആകുമ്പോൾ കുറച്ച് ആളുകളെ ഉണ്ടാവുമല്ലോ, ഉള്ള ആപ്ലിക്കൻസിൽ നിന്ന് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇതായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് സെലക്ട് ചെയ്യും. പിന്നെ വോളണ്ടറി ഓർഗനൈസേഷൻസ്, ക്ലബുകൾ വഴി, അപ്പൊ ആ ക്ലബിലെ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള വിഡോസോ മാരീഡ് വുമണോ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളോ റിട്ടയർഡ് പീപ്പിൾ ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു, ആ ക്ലബ്ബ് തന്നെയാണ് അങ്ങോട്ടേക്ക് ഇത് സെലക്ട് ചെയ്യുന്നത് പറയുന്നത്. ദെൻ കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്, അതായത് ആ കമ്പനിയിൽ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും കുറെ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ കമ്പനിയിൽ ഒരു ഒഴിവ് വരുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ലിസ്റ്റ് എടുത്തിട്ട് ആ കമ്പ്യൂട്ടർ വഴി തന്നെ ഡേറ്റ എന്ത് ചെയ്യുന്നു, ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ കാൻഡിഡേറ്റ്സിന് സെലക്ട് ചെയ്യും കമ്പ്യൂട്ടറിൽ കൂടെ തന്നെ. ഓക്കെ, ക്ലിയർ ആയില്ലേ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് ഇത്രയും ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ഒക്കെ ചോദിക്കാം. 3 മെത്തേഡുകൾ വ്യക്തമാക്കുക: ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, തേർഡ് പാർട്ടി മെത്തേഡ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.